അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹബീബിങ്ങളെ, ഈ ഡയസിലിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും നമ്മുടെ ജില്ലയിലെ അധ്യക്ഷനുമായ ശൈഖുന അബ്ദുൽ ഖാദർ ഉസ്താദ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും SNAC-യുടെ അക്കാഡമിക് കൗൺസിൽ ചെയർമാനുമായ ഉസ്താദ് സലാം ബാക്കവി, അഭിവന്ദനായ ജില്ലാ കാര്യദർശി PT ഉസ്താദ്, മറ്റ് നേതാക്കളെ, സഹോദരങ്ങളെ, അഭിവന്ദനായ സയ്യിദുൽ ഉലമ അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുകയാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഈ പരിപാടിക്കായി വന്ന ഒരാളും ഈ സദസ്സിലല്ലാതെ പുറത്തു നിൽക്കരുത്. വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നറിയിക്കുന്നു. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വളണ്ടിയർമാരുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പരിപാടിക്ക് വന്നവരാണെങ്കിൽ അവിടെ നിൽക്കാൻ അനുവദിക്കുന്നതല്ല. മുമ്പിലെ സീറ്റുകളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പിറകിൽ ഇരിക്കുകയായിരിക്കും അതിൻ്റെ ഒരു മര്യാദ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായി വലതുഭാഗത്ത് പ്രത്യേകമായ ഇരിപ്പിടമുണ്ട്. അവരവിടെ തന്നെ ഇരിക്കണം. ഓമോട്ടിദാരിമിയൊക്കെ അങ്ങോട്ട് മാറിയിരിക്കണം. സമസ്തയുടെ ജില്ലാ പോഷക ഘടകങ്ങളുടെ ഭാരവാഹികൾ നമ്മുടെ ആരുടെയും കണ്ണിൽ ചിലപ്പോൾ പെട്ടുവെന്ന് വരില്ല. അവർക്ക് ഇതിൻ്റെ പിറകിലുള്ള കൗണ്ടറിൽ അവിടെയാണ് ഇരിപ്പിടമുള്ളത്. ഇവിടെ പ്രൊസീഡിയർ നിയന്ത്രിക്കുന്നവർക്ക് സ്റ്റേജിൽ ഇരിക്കാവുന്നതാണ്. ആ സെഷൻ കഴിയുമ്പോൾ അവർക്ക് അവിടെ തന്നെ മാറിയിരിക്കാവുന്നതാണ്. ഉലമാ സമ്മേളനമാണ്. ഒരു നൂറ്റാണ്ട് പിന്നിടുക എന്നത് ചരിത്രത്തിലെ അപൂർവതയാണ്. സാമൂഹിക നിരീക്ഷകന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്, അരനൂറ്റാണ്ടുകാലത്തിനപ്പുറം ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന്. അത്തരം സൈദ്ധാന്തികമായ വീക്ഷണങ്ങളെയെല്ലാം നിഷ്കരുണം തകിടം മറിച്ചുകൊണ്ടാണ് ഒരു നൂറ്റാണ്ടിലും നിറയൗവനത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മത ആത്മീയ വിദ്യാഭ്യാസ സംസ്കരണ പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോകുന്നത്. ഖിയാമത്ത് നാളോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശങ്ങൾ അതേപടി നിലനിൽക്കുകയും ചെയ്യുമെന്നതാണ് അത്തരം നിരീക്ഷണങ്ങളെ തള്ളിക്കളയേണ്ടി വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, 1926 അല്ലെങ്കിൽ 20 ആ കാലത്തുണ്ടായ ഒരു സാമൂഹിക പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് എന്നത്. കുറച്ചുകൂടി അതിന് വിശാലമായി പറഞ്ഞാൽ, ആഗോള വ്യാപകമായി സലഫി മിലിറ്റൻഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ പ്രൊപ്പഗണ്ടയിൽ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ വീണുപോയി ഇസ്ലാമിക സംസ്കാരങ്ങളെ തകർക്കുന്നതിൽ വലിയ പങ്ക് സലഫി പ്രസ്ഥാനം ആഗോള വ്യാപകമായി തുടരുന്നൊരു പശ്ചാത്തലമായിരുന്നു അത്. നോക്കൂ, ഇപ്പം നിങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും പോയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയാണ് ജനിച്ചത് എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും കാണിച്ചു കൊടുക്കുന്ന അൽ മക്തബത്തു മക്കത്തുൽ മുക്കറമ എന്ന് പറയുന്ന ലൈബ്രറി, തൊട്ടപ്പുറത്ത് നമ്മൾ ദേഷ്യം കൊണ്ട് പറയും അബൂജഹലിൻ്റെ വീട് ഇതായിരുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ടോയ്ലറ്റ്സുകൾ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്താറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു യുഗ നേതാവിൻ്റെ ഓർമ്മകൾ കാലങ്ങളോളം അവശേഷിക്കുന്നതിൽ ഭൗതികമായി പങ്കുവഹിക്കേണ്ടിയിരുന്ന ആ ജന്മഗേഹത്തെ തകർത്ത് കളഞ്ഞതാരായിരുന്നു? മക്കയിലും മദീനയിലുമായി ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഈടുറ്റ ആത്മഭാവങ്ങളെ മുഴുവൻ തകർത്ത് കളഞ്ഞു സലഫി ചിന്താഗതിക്കാർ. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ആ വീടിൻ്റെ അടുത്ത് പോയി ഇതെന്താന്ന് ചോദിച്ചാൽ അവർ വല്ലാഹി ലാ അദ്രി എന്നേ പറയുള്ളൂ. അവർക്കറിയില്ല അവിടെ അൽ മക്തബത്തു മക്കത്തുൽ മുക്കറമ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. യൂറോപ്യന്മാർ അവരുടെ സംസ്കാരങ്ങളെ ഖനനം ചെയ്തെടുത്ത്
സഹസ്രാബ്ദങ്ങൾക്കപ്പുറമുള്ള ചരിത്രത്തെ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോഴാണ്, മില്യൺ ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുമ്പോഴാണ് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ മഹാനാഗരികതകളുടെ സിവിലൈസേഷൻ്റെ ആത്മകേന്ദ്രമായ മക്കയും മദീനയും തകർത്തു കളഞ്ഞു വഹാബിയൻ ചിന്താഗതി. ഇത് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം സംഘടനാപരമായ ഒരു തർക്കങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഹംഫർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ സൗദി അറേബ്യയിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ ചരിത്രത്തിൽ വായിക്കപ്പെട്ടതാണ്. അദ്ദേഹം ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച ആളായിരുന്നു. അപ്പോൾ ഖുർആൻ അർത്ഥം വെക്കാൻ അറിയുന്നു, ഹദീസ് ഉദ്ധരിക്കാൻ കഴിയുന്നു എന്നതൊന്നും പാരമ്പര്യത്തിൻ്റെ അടയാളമല്ല. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഇത്തരം മൂവ്മെൻറ്റിനോട് യോജിച്ച് പ്രവർത്തിച്ചു ഹംഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ. ആ ചിന്താഗതി ആഗോള വ്യാപകമായി പടരുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ഉത്തരേന്ത്യയിൽ ബറേൽവി സാദാത്യങ്ങളുടെയും ഉലമാക്കളുടെയും നേതൃത്വത്തിൽ അതിശക്തമായ സുന്നത്ത് ജമാഅത്തിന്റെ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കേരളം മാത്രം പറഞ്ഞ് ഒഴിവാകാറാണ് പതിവ്. ദയൂബന്ദി ഉലമാക്കൾ പലപ്പോഴും ബിദ്അത്തിന്റെ കക്ഷികളോട് സമരസപ്പെട്ട് ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ, ഞാൻ എല്ലാവരെയും ഒന്നിച്ചു പറയുകയില്ല, ബഹുഭൂരിപക്ഷം ആളുകളും തബ്ലീഗുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചിന്താഗതിക്കാരുണ്ടായിരുന്നു. ബറേൽവി സാദാത്തുക്കൾ, ബറേൽവി ഉലമാക്കൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നെഞ്ചു ചേർത്ത് പിടിച്ച് 1920-കൾ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യപാദങ്ങളിൽ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് മുഴുവൻ ഉണ്ടാകുന്ന ഇസ്ലാമിക പാരമ്പര്യ തനിമയെ നിലനിർത്താനുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. ഇത് പുതിയ തലമുറക്ക് നമ്മൾ ബോധ്യപ്പെടുത്തണം. അല്ലാതെ ആർക്കെങ്കിലും സെക്രട്ടറിയും പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയതായിരുന്നില്ല. ഒരു ബാഖവി ഉസ്താദ് ആദ്യത്തെ സംഗമത്തിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ഇസ്ലാമികമായി ശരിയാണോ? മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, ഖുലഫാ റാഷിദുകളുടെ കാലത്തില്ല, പിന്നെ ഒരു പരിധിവരെ ഉസ്മാനിയ, അബ്ബാസിയ, ഫാത്തിമി ഒക്കെ ഭരണകാലത്ത് മുഴുവൻ ശരീഅത്തല്ലെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം ശരീഅത്ത് അനുഷ്ഠിച്ച് ഭരണം നടത്തിയ ആ ഭരണകൂടങ്ങൾ ഏറ്റവും അവസാനം ഒട്ടോമൻ തുർക്കിയുടെ തകർച്ചയോടുകൂടി അതും അവസാനിച്ചു. പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ സയ്യിദുൽ മമ്പറം തങ്ങൾ റളിയല്ലാഹു അൻഹു അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അഭിവന്ദരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. വേദിയിലേക്ക് അല്പസമയത്തിനകം സയ്യിദ് അവർകൾ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. ആ തങ്ങൾ ഉസ്താദ് എത്തിയോടുകൂടി നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കും. ചോദിച്ചു, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലല്ലോ. അപ്പോൾ മഹാനരായ പാങ്ങിൽ ഉസ്താദ് ഈ കാലഘട്ടത്തിൻ്റെ ദൗത്യം, നിയോഗ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ചു. വലിയ മഹാറത്തുള്ള ആലിമീങ്ങൾ, 10, 150, 200 കുട്ടികളുള്ള ദർസ് നടത്തിയിരുന്ന ആലിമീങ്ങൾ സംഘടനാ പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങി ഇൽമിനെ നെഞ്ചു ചേർത്ത് പിടിച്ച ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ ഇതൊരു സാമൂഹിക ദൗത്യമാണ്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ അനുധാവനം ചെയ്യുന്ന പാരമ്പര്യ ദീനിനെ തകർക്കാനുള്ള ശ്രമമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉലമാക്കൾ ഒരുമിച്ച് കൂടിയത്. എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിൻ്റെയും ദൗത്യ നിയോഗത്തിന് ഉലമാക്കൾ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലക്ഷദ്വീപിൽ ദർസ് നടത്തിയിരുന്ന 75ഓളം കുട്ടികൾക്ക് ദർസ് അധ്യാപനം നടത്തിയിരുന്ന മഹാനരായ ആലി മുസ്ലിയാരാണ് ദർസ് ഒഴിവാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മലബാറിലെ മനുഷ്യർക്ക് നേതൃത്വം നൽകിയത്. ആ കാലഘട്ടത്തിലെ നേതൃത്വം അതായിരുന്നു. ഓരോ കാലഘട്ടത്തിലെയും സാമൂഹിക പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി നിയോഗദീപ്തി പോലെ ഉലമാക്കൾ ഇറങ്ങിപ്പുറപ്പെടണമെന്നതിൻ്റെ എക്കാലത്തെയും വലിയ ഉദാഹരണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സൗരഭ്യ സാരഥ്യ സാന്നിധ്യത്തിൻ്റെ പിറവിയുടെ പിന്നിലെ വസ്തുത എന്ന് പുതിയ തലമുറകളോട് നമ്മൾ ഉറക്കെ വിളിച്ചു പറയേണ്ട കാലമാണിത്.
ആ ദൗത്യ നിയോഗമാണ് സമസ്തയുടെ പിറവിക്ക് കാരണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ ഒരു സദസ്സിൽ അല്ലാഹുമ്മ ബാരിക് ഫി യമനിനാ വശാമിനാ, ഞങ്ങളുടെ യമനിലും ഷാമിലും ബർക്കത്ത് ചെയ്യണമേ. ഒരാൾ പറഞ്ഞു വഫീ നജിദിനാ യാ റസൂലല്ലാഹ്, നജിദിലും ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ നബിയെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അലം യർദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ തവണയും അയാൾ പറഞ്ഞു വഫീ നജിദിനാ, നജിദിന് വേണ്ടി ദുആ ചെയ്യ് നബിയെ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫീഹി അൽ ഫിത്തൻ, അവിടെയാണ് പ്രോബ്ലംസ് ഉള്ളത്. ഖർനു ശൈത്താൻ, പിശാചിന്റെ കൊമ്പ്, ആധിപത്യം അവിടെയാണ് ഉണ്ടാവുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാനിയത്തിന്റെ നാവിൻ തുമ്പിലൂടെ പ്രവചന സ്വഭാവമുള്ള വചനപ്രസാദം പെയ്തിറങ്ങി. യമൻ എന്ന് പറയുന്നത് അന്ന് മദീനയെ ഉൾക്കൊള്ളാത്ത വേറൊരു പ്രദേശമല്ലേ? മദീനയും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഷാം. നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്നു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് പോയി എന്ന് പറയുന്നത് ഷാമിന്റെ ഒരു ഭാഗമാണ്. ഷാം എന്ന് പറയുന്നാൽ ഒരു പ്രത്യേക പ്രവിശ്യയല്ല. സൗദി അറേബ്യയുടെ മദീന ഉൾക്കൊള്ളുന്ന മറ്റ് അറബ് രാജ്യത്തെ ചില പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് ഷാം. അപ്പൊ നോക്കൂ, ഒരു ഹദീസിലുണ്ട് ദജ്ജാൽ ഖുറാസാൻ എന്നിലാണ് പ്രത്യക്ഷപ്പെടുക. നിങ്ങൾ ജിയോഗ്രഫിക്കലായി പരിശോധിച്ച് നോക്കൂ. ഖുറാസാൻ ഒരു പ്രത്യേക കൺട്രി അല്ല, ഒരു ഏരിയ അല്ല. അഫ്ഗാനിസ്ഥാന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ പെടുന്ന, ഇറാന്റെ ഭാഗം പെടുന്ന, ജോർദാൻ നദിയുടെ തീരങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഏരിയക്ക് പറയുന്ന പേരൊക്കെയും ഖുറാസാൻ എന്നാണ്. ഞാൻ പുതിയ ഗൂഗിൾ മാപ്പ് അർത്ഥത്തിലല്ല പറയുന്നത്. ഗൂഗിൾ മാപ്പിൽ അങ്ങനെ ഖുറാസാൻ എന്നൊരു സ്ഥലം പേര് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പ്രവിശാലമായി ഉദ്ധരിക്കപ്പെടുന്ന വേറെയും സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഷാം. അപ്പോൾ അത് മദീനയാണ്. മദീന അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സൗദി അറേബ്യയുടെ ദമാമ് പെട്ടില്ല, ജിദ്ദ പെട്ടില്ല, റിയാദ് പെട്ടില്ല. ഏതാണ് ഈ നജ്ദ്? ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ഇന്നത്തെ തലസ്ഥാനമായ റിയാദിനടുത്തുള്ള ഉയൈനയിലാണ് ഈ നജ്ദ്. ഞാൻ വിശദീകരിക്കേണ്ട വിധം ഇല്ലാത്ത വിധം ഇതൊരു ഉലമാ സമ്മേളനമാണ്. ഇനി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ആരാണ്, എവിടെയാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് പ്രാർത്ഥന ലഭിക്കാതെ പോയ അവിടെ നിന്ന് വന്നയാളാരാണ്? ഹംഫർ സ്വാധീനിക്കപ്പെട്ട മനുഷ്യൻ ആരാണ്? ഇത് ചരിത്രമാണ്, വസ്തുതയാണ്. പുതിയ കുട്ടികൾ പറയാം അതും ശരി ഇതും ശരി. നിങ്ങളിപ്പോൾ സമസ്തക്കാര്, മറ്റത് മുജാഹിദീങ്ങൾ, മറ്റു ജമാഅത്ത്, നിങ്ങളൊരു സൗകര്യം പോലെ ഉണ്ടാക്കിയതല്ലേ എന്ന് പറയുന്ന മദ്രസയിലെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പുതിയ തലമുറകളോട് പറഞ്ഞു കൊടുക്കണം. ഇത് അടിസ്ഥാനപരമായി പിഴച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന്. യമനിൽ നിന്നാണ് സയ്യിദന്മാരുണ്ടായത്. മഹാനരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വജ്രസമാനമായ നിലപാടുകളുടെ നായകൻ സയ്യിദുൽ ഉലമ, അവരുടെ വംശപരമ്പരകൾ ചെന്ന് നിൽക്കുന്നത് യമനിലാണ്. സയ്യിദ് മമ്പറും തങ്ങളുടെ കുടുംബ താഴ്വേരുകളിലൂടെ ആ പരിശുദ്ധ പരമ്പര കടന്നു പോകുന്നുണ്ട്. നമ്മുടെ പാണക്കാട് സയ്യിദന്മാരുടെ പരമ്പര, ബുഖാരി സാദാത്യങ്ങളുടെ പരമ്പര, ബഅലവി സാദാത്യങ്ങളുടെ പരമ്പര, അൽ ഐദ്റൂസി സാദാത്യങ്ങളുടെ പരമ്പര, ജമലുല്ലൈലി സാദാത്യങ്ങളുടെ പരമ്പര, ഇതൊക്കെയും യമനിൽ എത്തിച്ചേരുന്നുണ്ട്. അവിടെയാണ് ഇൽമും ഹിക്മത്തെന്ന് മറ്റൊരു ഹദീസിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാക്കളെ ചേർത്തി വായിച്ചു നോക്കുക. ജ്ഞാനത്തിന്റെയും ഹിക്മത്തിന്റെയും സങ്കേതം അവിടെയാണ്. മറ്റൊന്ന് മദീനയാണ് പറഞ്ഞത്. കേരളത്തിലെ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ വൈജയന്തി പാറിച്ച മഹാനരായ കാലം കണ്ട മഹാപുരുഷൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവരുടെ പരമ്പര ചെന്ന് നിൽക്കുന്നത് മദീനയിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് അലി മഅബറിന്റെ കുടുംബം വന്നു. ആ കുടുംബമാണ് കൊച്ചിയിലേക്ക് ആദ്യം പോയത്. ആ കൊച്ചിയിൽ നിന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ തന്റെ കൊച്ചാപ്പയുടെ കൂടെ മലബാറിലെ മക്ക എന്ന് പിന്നീട് അറിയപ്പെട്ട സകല വിജ്ഞാനങ്ങളുടെയും കനകഭണ്ഡാരങ്ങളെ ചേർത്തു പിടിച്ച മലബാറിന്റെ വിജ്ഞാനത്തിന്റെ വൈജയന്തിയായ പൊന്നാനിയിൽ വന്നത്. നോക്കൂ, അത് കടന്നു പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ മദീനയിലാണ്. മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ പുലർച്ചയാണത്. മദീനയാണ്, യമനാണ്. ധാർമ്മികതയുടെ, ആത്മീയതയുടെ, ഹിക്മത്തിന്റെ, തൗഹീദിന്റെ, റിസാലത്തിന്റെ സകല കേന്ദ്രവുമെന്ന്
പ്രാർത്ഥനയിലൂടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ, നജ്ദിന് വേണ്ടി ദുആ ഇറക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നമാണ്, അവിടെ പൈശാചികാധിപത്യമാണെന്ന് മുസ്തഫ റസൂൽ പറഞ്ഞെങ്കിൽ ആ ആധിപത്യത്തിന്റെ അനുകരണങ്ങളാണ് ആഗോള വ്യാപകമായി 1 നൂറ്റാണ്ട് മുമ്പ്, 1.5 നൂറ്റാണ്ട് മുമ്പ്, 2 നൂറ്റാണ്ട് മുമ്പ് ലോകത്ത് യൂറോ സെൻട്രിക്കായ ഒരു തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധതയുണ്ടായി. ഇന്ന് ഇസ്ലാമിക വിരുദ്ധതയുടെ അപ്പോസ്തലന്മാർ സിയോണിസ്റ്റുകളാണെങ്കിൽ, കൊളോണിയലിസ്റ്റുകളാണെങ്കിൽ, ഇസ്ലാമിക് ഫോബിക്കുകളാണെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് മിലിറ്റൻഷ്യ സലഫിയത്തിന്റെ ഈ ഇസ്ലാമിക വിരുദ്ധ പ്രൊപ്പഗണ്ടകളാണ്. ഞാനിത് സംഘടനാ വിരോധം കൊണ്ട് പറയുകയല്ല, വ്യക്തിവിരോധം കൊണ്ട് ആരെയും പരാമർശിക്കുകയില്ല. നിങ്ങൾ മദീനയിൽ പോയി നോക്ക്, അവിടെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ശരീഫിന്റെ അടുത്ത് ചെന്നിട്ട് ഇതാരുടെ ഖബറാണെന്ന് ചോദിച്ചാൽ താടിയും തട്ടവുമുള്ള മുത്തവന്മാര് പറയുന്നൊരു വാക്കുണ്ട്, വല്ലാഹി ലാ അദ്രി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അല്ലേ? അവരല്ല എന്നാണ് പറയുന്നത്. അവരുടെ തൊട്ടടുത്ത് 20 മീറ്റർ അടുത്തുള്ള മസ്ജിദുൻ നബവിയുടെ ലൈബ്രറിയിൽ താരീഖുൽ മദീന എന്ന കിതാബുണ്ട്. അതില് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ശരീഫിന്റെ മുകളിലുള്ള കുബ്ബയുണ്ട്. ഫാത്തിമ സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ ഖബർ ശരീഫിന്റെ മുകളിലുള്ള കുബ്ബയുണ്ട്. എന്തൊരു നിഷേധമാണിത്, എന്തൊരു നിഷേധമാണിത്! അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫിലേക്ക് തിരിഞ്ഞു നിന്നാൽ ശിർക്ക് ആരോപിക്കുകയാണ്. 2024 ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാണ് ദുആ ഇറക്കേണ്ടതെന്ന്. മദ്ഹബിന്റെ ഇമാം മാലിക്, ഇമാം ദാറുൽ ഹിജ്റ എന്ന പേരിൽ വിശ്രുതരായ ഇമാം മാലിക് തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുമ്പോ ലോകത്തൊരു പണ്ഡിതൻ ഫത്വ പോലും പറയാൻ പാടില്ലെന്ന അലിഖിതമായ നിയമമുള്ളപ്പോ, എന്ന് വെച്ചാൽ ഇമാം മാലിക് തങ്ങള് സകല വിജ്ഞാനങ്ങളെയും സ്വാംശീകരിച്ച മഹാ പണ്ഡിത പ്രതിഭാശാലിയായതുകൊണ്ട് അദബ് പാലിച്ചിട്ട് മറ്റ് ആലിമീങ്ങൾ വലിയ ഉസ്താദുള്ളപ്പോ ഫത്വ പറയാറില്ല. അത്രമേൽ മഹാപർവ്വത സമാനമായ വിജ്ഞാനമുള്ള മഹാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് നിങ്ങൾ തിരിഞ്ഞു ദുആ ചെയ്യ് എന്ന് പറഞ്ഞത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ, കേരളത്തിലെ സലഫികൾക്ക്, ആഗോള സലഫികൾക്ക്, ജമാഅത്തുകാർക്ക് അതെങ്ങനെയാണ് ശിർക്കാകുന്നത്? അതെങ്ങനെയാണ് തെറ്റിദ്ധാരണ ജനകമാകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുകയാണ്, വഫാത്തിന് മുമ്പ് ഞാൻ മരണപ്പെട്ടാല് എന്റെ മയ്യത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് സമ്മതം ചോദിക്ക്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയുക? വഫാത്തായി പോയ ഒരാളോട്, മരണപ്പെട്ടു പോയ ഒരാളോട്, നമ്മുടെ ചിന്തയിലെങ്കിലും വഫാത്തായ ഒരാളോട് മയ്യത്തിന്റെ സമ്മതം ചോദിക്കാൻ പറയണമെങ്കിൽ തൗഹീദ് എന്താണെന്ന് മുസ്തഫായ നബിക്ക് ശേഷം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഇഞ്ചോടിഞ്ച് പിന്തുടർന്ന ആ മഹാനുഭാവൻ മുസ്തഫായ നബിയുടെ സമ്മതം ചോദിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഖബർ ശരീഫിന്റെ അരികിൽ വെച്ച് പ്രിയപ്പെട്ട അബൂബക്കർ തങ്ങളുടെ ജനാസ മുന്നിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഹദാ അബൂബക്കർ, ഇത് അബൂബക്കറാണ്. സമ്മതം ചോദിക്കുന്നു നബിയെ, സമ്മതം ചോദിക്കുന്നു നബിയെ. മറുപടി വന്നില്ലയോ? അത് പുണ്യ നബിയുടെ ശബ്ദമാണോ അല്ലേ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷെ മറുപടി വന്നു എന്നത് ഉറപ്പാണ്. അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്. വേറെ റിവായത്തുകളിൽ വേറെ സ്റ്റൈലിലും അത് ഉദ്ധരിക്കുന്നുണ്ട്. കയറ്റി വെക്കുകയാണ് റൗള ഷരീഫിലേക്ക്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പോയി ഒരു വാക്ക് പറയാൻ അനുവാദമില്ല. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു ഫേസ്ബുക്കില് ഒരാൾ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. മദീനയില് നമ്മുടെ 2 കേന്ദ്രമന്ത്രിമാര് പോയപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്കിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടതാണ്, കിടക്കുന്ന ശവകുടീരങ്ങളെ ആരാധിക്കുന്നവർക്ക് മദീനയിൽ കയറാമെങ്കിൽ കുത്തിവെച്ച ബിംബങ്ങളെ ആരാധിക്കുന്നവർക്ക് എന്തുകൊണ്ട് കയറിക്കൂടാ? എന്റെ ഹബീബിങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു വാക്കാണത്? ഏത് വിശ്വാസിയുടെ ഹൃദയം നടുക്കുന്ന വാക്കാണത്? ആരെയാണ് ശവമെന്ന് വിളിച്ചത്? ഈ പ്രപഞ്ചത്തിന്റെ നായകന്, സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, അർശിനെ, കുർശിനെ, ലൗഹിനെ, കലമിനെ, ബൈത്തുൽ ഉസ്സയെ, ബൈത്തുൽ മഅമൂറിനെ, ഈ ബ്രഹ്മാണ്ഡ ഘടകം പടയ്ക്കാൻ കാരണഭൂതരായ എന്ന് പരിശുദ്ധ പ്രവാചകര് പറഞ്ഞ ആ ഹബീബിന്റെ മദീനയെ കുറിച്ചിട്ട് അങ്ങനെ ഒരു വാക്ക് പറയാൻ
അദ്ദേഹം എന്ന് പലവും പ്രയോഗിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു യൂട്യൂബ് പ്രസംഗത്തില് സമസ്തയുടെ ആലിമീങ്ങളാണെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ പരാമർശിക്കുമ്പോ അദ്ദേഹം എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്നുള്ളത് മോശം വാക്കാണോ? അതൊരു റെസ്പെക്റ്റ് ഉള്ള വാക്കല്ലേ? എന്നാൽ പോലും അത് പറഞ്ഞിട്ടില്ല. ആദരവായ നബി എന്നാണ് പറയാറുള്ളത്. ആദരവായ കരുണാകരൻ എന്ന് പറയാൻ പറ്റില്ല, ആദരവായ പിണറായി വിജയൻ എന്ന് പറയാൻ പറ്റില്ല, ബഹുമാനപ്പെട്ടെന്നേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റുള്ളവർക്ക് പറയുന്ന ഒരു ബഹുമാന സൂചകത്തിന്റെ വാക്ക് പോലും എൻ്റെ നബിക്ക് പറയരുത്. അവിടെ വേറെ ഒന്നാണ്. അൽ ഇൻസാനുൽ കാമിൽ ഫിൽ ആലം, ദ പെർഫെക്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് പഴമക്കാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഇന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളും അദ്ദേഹം എന്ന് പോലും നബിയെ പറയില്ല. നിങ്ങൾ ജമാഅത്തുകാരുടെ ഭാഷ മനസ്സിലാക്ക്, സലഫികളുടെ വാക്കിൽ നോക്ക്. അവർ പലപ്പോഴും അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി എന്നൊക്കെ പറയാം. ഈ തരത്തിലുള്ള ഇസ്ലാമിക നവലിബറൽ ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം നവലിബറൽ ചിന്താഗതിയാണ് ഈ ഈ ഈ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നത്. ഫേസ്ബുക്കിലെ കമന്റാണ്: കിടക്കുന്ന ശവങ്ങളെ ആരാധിക്കുന്നവർക്ക് മദീനയിൽ കടക്കാമെങ്കിൽ കുത്തിവെച്ച ബിംബങ്ങളെ, ജീവനില്ലാത്ത ബിംബങ്ങളെ ആരാധിക്കുന്നവർക്ക് എന്തുകൊണ്ട് മദീനയിൽ കടക്കാൻ പറ്റില്ല? മദീനയിൽ അമുസ്ലിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. മക്ക ഹറമും മദീന ഹറമും തമ്മിൽ വ്യത്യാസമുണ്ട്. മദീന ഹറമിലേക്ക് അങ്ങനെ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല നിയമപരമായി. അതല്ല എൻ്റെ തർക്ക വിഷയം. ആ വാക്ക് പ്രയോഗിച്ചത് ആരെക്കുറിച്ചാണ്? ഏതു മദീനയെ കുറിച്ചാണ്? നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? നമ്മുടെ നാട്ടിലെ മസാറുകളെ കുറിച്ച്, മമ്പുറത്തെ കുറിച്ച്, ഉമർ ഖാദിയുടെ മസാറിനെ കുറിച്ച് ഒക്കെ പറയുന്നത് ശവകുടീരത്തിന്റെ ആരാധകർ എന്നാണ്. നോക്കൂ നിങ്ങൾ, വാക്കുകളിൽ പോലും ബഹുമാനം കുറഞ്ഞു പോകുന്ന ഇസ്ലാമിന്റെ ബേസ് തന്നെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളതാണ്, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ പോലും മോശമായി നിന്ദിക്കാൻ പോലും അവകാശമില്ലാതിരിക്കെ മഹാന്മാരായ അള്ളാഹുവിന്റെ വലിയകളെ പോലും വാക്കുകളിൽ വിരുദ്ധാഭിപ്രായമുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന സലഫികൾ ഏത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ്? ജമാഅത്തുകാരൻ ഏത് ഇസ്ലാമിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? നമ്മുടെ തലമുറക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് പാരമ്പര്യ ഇസ്ലാമിന്റെ മനോഹരിതയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ടുകാലം നെഞ്ചുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അന്ന് ആ ബാഖവി ഉസ്താദിന്റെ ചോദ്യം വലിയ വലിയ ആലിമീങ്ങളോട്, ഏറനാടിന്റെ വള്ളുവനാടിന്റെ മലമടക്കുകളിലൂടെ കക്ഷത്തിൽ ഒരു കറുത്ത ഭാഗവും കയ്യിലൊരു കാലംകുടയുമായി മഞ്ഞും മഴയും വെയിലും വകവെക്കാതെ മഹാന്മാരായ ആ കാലഘട്ടത്തിലെ വൃദ്ധന്മാരായ ഉസ്താദുകൾ തേഞ്ഞു പോയ ചെരുപ്പിട്ട് നടന്ന് വലിയ മുദരിസുമാരുടെ അടുത്ത് പോയി പറഞ്ഞു, നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം, ഒരുമിച്ച് കൂടണം, വളരെ പ്രശ്ന സങ്കീർണമാണ്, നമ്മുടെ പാരമ്പര്യത്തെ നിഷേധിക്കുന്നു എന്ന് തുടങ്ങി പറയുമ്പോഴും അവർ പറഞ്ഞത് ദർസ് മുടക്കി വരണമെന്നാണ്. നമുക്കിപ്പോഴും ഉലമാ സമ്മേളനത്തിന് മാഷാ അല്ലാഹ് സദസ്സ് നിറഞ്ഞിട്ടുണ്ട്, ഇനി വന്നെങ്കിൽ അടുത്ത സൗകര്യം ചെയ്യണം. എന്നാലും ചിലർക്കൊക്കെ തിരക്കാണ്, പള്ളിയിൽ ഇമാമത്തിന് ആളില്ല, ആ തിരക്കാണ് ഈ തിരക്കാണ്. അതിലും വലിയ തിരക്കായിരുന്നു ഇൽമ്. ആ തിരക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റത്തിന്റെ ഒരു സോഷ്യൽ സ്പിരിച്വൽ മൂവ്മെന്റിന്റെ ഭാഗമായി ആ കാലത്തിലെ ജബല് പോലെ വിജ്ഞാനമുണ്ടായിരുന്ന മഹാനരായ ആളുകൾ, മഹാനരായ പാങ്ങുകാരൻ ഉസ്താദ്, അള്ളാഹു അവരുടെ മത് നമുക്ക് നൽകട്ടെ, അതിൽ വലിയ തരത്തിൽ കോർഡിനേഷൻ ചെയ്തു. അങ്ങനെയാണ് 21-ാം നൂറ്റാണ്ട് കണ്ട മലയാളത്തിന്റെ ഇമാം ഷാഫഈ എന്ന് അറബ് ലോകം ആദരവോടെ വിളിച്ച ശംസുൽ ഉലമ എന്ന സൂര്യപ്രഭ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ സംഘാടന മികവിന്റെ മാസ്മരികതയിൽ ഒരു നൂറ്റാണ്ടോളം മുന്നോട്ട് പോകാൻ ആദർശത്തിന്റെ ചിതലരിക്കാത്ത അതിബൃഹത്തായ ഒരു ബേസ്മെന്റുമായി ഈ ചൂടുള്ള കാലത്ത് തണലൊരുക്കാൻ, ആദർശത്തിന്റെ തണലൊരുക്കാൻ സമസ്ത മുന്നോട്ട് വന്നത്. ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണ്. 10,000-ലേറെ മദ്രസകൾ കേരളത്തില്, തമിഴ്നാട്ടില്, കർണാടകയില്, ലക്ഷദ്വീപില്, ഡൽഹിയില്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സില്, GCC കൺട്രീസില്, ഏഷ്യയില്, ഇന്തോനേഷ്യയില്, മലേഷ്യയില്, ഞാൻ വെറുതെ എണ്ണി പറഞ്ഞതല്ല, എന്തിൽ ലണ്ടനിൽ വരെ നമ്മുടെ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ മജ്ലിസ് നൂറുകൾ ഉണ്ടാകുന്നുണ്ട്. സമസ്ത കേരള എന്ന് ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്, ഒരു ഇട്ട പേരാണ്, ഒരു സൗകര്യത്തിന് വേണ്ടി ഇട്ടതാണ്.
അതിന്റെ ആശയം ആഗോള വ്യാപകമാണ്. സമസ്ത പ്രത്യേകമായി കേരളത്തിൽ മാത്രം പ്രബോധനം ചെയ്ത ഒരു ആശയമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആഗോള വ്യാപകമായി ഇസ്ലാം വിരുദ്ധ പ്രോപ്പഗാണ്ടയെ ചെറുക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയവുമായിട്ടാണ് സമസ്ത കേരള എന്ന പേരിൽ സൗകര്യത്തിന് ഒരു പേരിട്ട് വന്നതെങ്കിൽ സമസ്ത എന്തിനാണ് ബാംഗ്ലൂരിൽ സമ്മേളനം നടത്തുന്നത് എന്ന് ചോദിക്കുന്ന വളരെ ചെറിയ ചോദ്യം ഉണ്ടാവും. ഒരു വലിയ ചോദ്യം തന്നെയല്ല. എന്തിനാ നിങ്ങൾ ബാംഗ്ലൂരിൽ ചോദ്യം ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫ്രെയിം കേരളമല്ല, കേരളത്തിനപ്പുറം ഇന്ത്യ മാത്രമല്ല, ലോകത്തെവിടെയും സുന്നത്ത് ജമാഅത്തിന്റെ ഫ്രെയിമുണ്ട്. അത് ശംസുൽ ഉലമ 70-ാം വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൊണ്ട് നമുക്ക് മറുപടി പറയാൻ കഴിയണം. സമസ്ത ഒരു സംഘടനയല്ല, സമസ്ത ഒരു സംഘടനയല്ല, അതൊരു സംവിധാനമാണ്. ആ സംവിധാനം ആഗോള വ്യാപകമായ ഇസ്ലാമിന്റെ നേർരൂപകമാണ്, അതിന്റെ പ്രാഗ്രൂപമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് ബാംഗ്ലൂരിലോ ഞാൻ അടുത്ത പ്രാവശ്യം ഡൽഹിയിലോ ഇനി അപ്പുറത്ത് പോയി വേറൊരു നാട്ടിലോ സമ്മേളനം നടത്തിയാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ മഹാസന്ദേശത്തിന്റെ വാഹകരാവുക എന്നത്, ഖാദിമീങ്ങളാവുക എന്നത് നമുക്ക് ലഭിച്ച വലിയൊരു പുണ്യമാണ്. ഒരു സംഭവം ആവർത്തിച്ചുകൊണ്ട്, ഞാൻ സയ്യിദുൽ ഉലമ അവിടെ വന്നിട്ട് ഉദ്ഘാടനം നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നീട്ടി പറയുന്നത്. മഹാനായ KV ഉസ്താദ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ സ്ഥാപിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് പോകുന്ന ഒരു സംഭവമുണ്ട്. ഇതുപോലെ വാഹന ഗതാഗതമില്ലാത്തൊരു കാലത്ത് താമരശ്ശേരി അടിവാരത്ത് നിന്ന് നടന്നു പോവുക. നമുക്കിന്ന് എല്ലാവർക്കും വാഹനമുണ്ട്, വാട്സപ്പിൽ സംവിധാനങ്ങളുണ്ട്, സംഘടന ഹൈടെക് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൈം ടു റിവൈവ് എഡ്യൂക്കേഷൻ നോഡില് എന്ന് നമ്മൾ പറയുന്നത് പോലെ. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് അങ്ങോട്ട് ചുരം കയറിയപ്പോ ചുരത്തിലിരുന്നു അവര്, ദാഹം കൊണ്ട് വിവശനായി. എപ്പോഴോ നിരങ്ങിയിറങ്ങുന്ന ഒരു ലോറിയല്ലാതെ നിരന്തരമായ വാഹന ഗതാഗതമോ മനുഷ്യവാസമോ ഇല്ലാത്ത വയനാട് ചുരത്തിന്റെ മധ്യഭാഗത്ത് ഞാൻ ചാരിയിരുന്നു. ഇതെവിടെയും കേട്ട കഥയല്ല, ഇതൊരു പ്രസംഗത്തിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഞാൻ അൽമുനീറിന്റെ ചീഫ് എഡിറ്റർ ആയിരിക്കുമ്പോൾ ഇബ്രാഹിം ഫൈസി പഴുന്നാനെയാണ് അന്ന് നൂറുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി. അവരെ അഭിമുഖം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നേരിട്ട് പറഞ്ഞ സംഭവമാണ്, KV ഉസ്താദ് പറഞ്ഞ സംഭവമാണ്. ഞാൻ ചാരിയിരുന്നു, എനിക്കുറപ്പായി താഴോട്ടിറങ്ങാൻ പറ്റില്ല, മുകളിലോട്ട് കയറാനും പറ്റില്ല, ഉറപ്പായി മക്കളെ ഞാൻ മരിക്കുമെന്ന്. ഞാനപ്പോ ഓർത്തോ, തായിഫിന്റെ മണ്ണില് തായിഫുകാർ എറിഞ്ഞോടിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്നില്ലേ ഒരു ഈത്തപ്പനയുടെ മുകളില്? ആ ചാരിയിരുത്തത്തില് അത്രയൊന്നും ത്യാഗം ഞാൻ സഹിച്ചിട്ടില്ലല്ലോ. സമസ്തക്ക് വേണ്ടി അത്ര വലിയ ത്യാഗമൊന്നും ഞാൻ സഹിച്ചിട്ടില്ലല്ലോ. ഞാൻ മരിച്ചാലും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് ഞാൻ ചൊല്ലി മക്കളെ. ഞാൻ മയങ്ങിപ്പോയി. ആ മയക്കത്തില് ആരോ എന്നെ തട്ടി വിളിച്ചു. 101 രാവിലെ അറബി കഥയല്ല ഞാൻ ഈ പറയുന്നത്, ആരെങ്കിലും കൊണ്ട വിഭാടനമായ സ്വപ്ന വിഭാടന കഥയല്ല പറയുന്നത്. KV ഉസ്താദ് എന്ന മലയാളത്തിന്റെ ദൈക്ഷണിക പാണ്ഡിത്യത്തിന്റെ ശോഭയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മനോഹരമായ മലയാള വാക്കിന്റെ മനോഹരിതയിൽ മലയാളക്കരെ മനോഹരമായി സംസാരിച്ച KV ഉസ്താദ്, മഹാറത്തുള്ള ആലിം. ഒരു പ്രസംഗവേദിയിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. അദ്ദേഹം പറയാണ്, ഒരു കുട്ടി എന്നെ തട്ടി വിളിക്കുന്നു. ഞാൻ കണ്ണു തുറന്നപ്പോ 10-12 വയസ്സുള്ള ഒരു കുട്ടിയാണ് മുമ്പില്. അവന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. മാഷാ അല്ലാഹ്, വെള്ളം എനിക്ക് തന്നു. ഞാൻ ബിസ്മി ചൊല്ലി കുടിച്ചു പാത്രം തിരിച്ചു കൊടുത്തു. ദാഹം ശരിയായപ്പോ എനിക്ക് ഊർജം കിട്ടി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പടച്ചോനെ, ഞാൻ വെള്ളമില്ലാതിരിക്കുന്നെന്ന് ആരാ പറഞ്ഞത്? ഇപ്പോഴും വയനാട് ചുരത്തിൽ എത്ര വീടുകളുണ്ട് നിങ്ങൾ പോയി നോക്ക്. 4-ാം വളവിൽ കടകളുണ്ട് എന്നൊഴിച്ചാൽ, 6-ാം വളയിൽ ഒരു പെട്ടിക്കട ഉണ്ട് എന്നൊഴിച്ചാൽ എവിടെയാണ്? വളരെ അപൂർവ വീടുകളേ ഉള്ളൂ. എങ്കിൽ 1/2 നൂറ്റാണ്ടിനപ്പുറം അതിലുമപ്പുറം എവിടെയാണ് പ്രിയപ്പെട്ടവരെ അവിടെ വീടുകൾ ഉണ്ടാവുക? ആരാണ് ഈ കുട്ടി? ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞ് വെള്ളം കൊടുത്തയച്ചത്? ആ ഓർമ്മയിൽ ഞാൻ ഞെട്ടി ആ കുട്ടിയുടെ പിറകിലൂടെ നടന്നു. കാണുന്നില്ല. ഇത് പറയുമ്പോ മഹാനായ KV ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, എനിക്കുറപ്പായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വന്ന് എന്നെ സഹായിച്ചത് അബുൽ അബ്ബാസ് ഖിദ്ർ അലൈഹിസ്സലാം ആണ് എന്നുറപ്പായി എന്ന് മഹാനായ KV ഉസ്താദ്. ഇത് സമസ്തയാണ്. ഓരോ കാലഘട്ടത്തിന്റെയും ശ്രേഷ്ഠ പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകും. അതുകൊണ്ട് നമുക്ക് പഴിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ.
ജമാഅത്തുകാരും മുജാഹിദും ഒക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഓരോ മുക്കുമൂലകളിലും മണ്ണിലൊന്ന് ചെവിയോർത്താൽ പോലും ആ മണ്ണ് വിളിച്ചു പറയും മൗലാന തൊഴിയൂർ ഉസ്താദ് എന്ന്. മൗലാന തൊഴിയൂർ ഉസ്താദിന്റെ ഓർമ്മകളാണ് തൃശ്ശൂർ ജില്ലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ വ്യാപകമാക്കുന്നതിൽ അദ്വിതീയമായ പങ്ക് വഹിച്ചിട്ടുള്ളത്. അള്ളാഹു അവരുടെ മദത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. BKC തങ്ങളെ പോലെയുള്ള, ചെറുവാളൂർ ഉസ്താദിനെ പോലെയുള്ള, സയ്യിദ് മുഹമ്മദ് കോയ ബാലവി SMK തങ്ങളെ പോലെയുള്ള, MM മുഹിദ്ദീൻ ഉസ്താദിനെ പോലെയുള്ള, നാസർ ഫൈസി തിരുവത്തറെ പോലെയുള്ള ഒരുപാട് ആലിമീങ്ങൾ അവരുടെ ജീവിതം സമർപ്പിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഇന്ത്യയിലെ, ദക്ഷിണേന്ത്യയിലെ ആദ്യ സാന്നിധ്യത്തിന് സൗരഭ്യ സാന്നിധ്യമായ തൃശ്ശൂർ ജില്ല ഒരുങ്ങിയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മുന്നിൽ ഈ പിന്നിട്ട നൂറ്റാണ്ടുകളിൽ, പതിറ്റാണ്ടുകളിലെല്ലാം അതിശക്തമായ ആദർശബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് തൃശ്ശൂർ ജില്ലക്ക് അഭിവന്ദരായ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ജ്ഞാനനികേതനിൽ നിന്ന്, മഹാപണ്ഡിതന്മാരിൽ നിന്ന് ആദ്യം സനദ് വാങ്ങാൻ മഹാസൗഭാഗ്യം ലഭിച്ച അബ്ദുൽ ഖാദർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, തൊഴിയൂർ ഉസ്താദിന്റെ നിഴൽ പോലെ നടന്ന PT ഉസ്താദിന്റെ നേതൃത്വത്തിൽ, കിതാബുകളിൽ മഹാവഗാഹമുള്ള നമുക്ക് അദ്വിതീയമായ നേതൃത്വം നൽകുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബാക്കവി ഉസ്താദിന്റെ നേതൃത്വത്തിൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 40 മുഷാവറ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഐക്യത്തോടെയും ഒരുമയോടും കൂടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ അവസാനം വരെ നിങ്ങൾ ഇരിക്കണം. നിങ്ങൾക്കൊക്കെ ഒരു നോട്ട് പാഡ് നൽകിയിട്ടുണ്ട്. അത് വെറുതെ ഒരു ഭംഗിക്ക് നൽകിയതല്ല, അതിന് പൈസ ചിലവാക്കിയിട്ടുണ്ട്. അതൊരു ഹക്കാണ്. നിങ്ങൾ അതിലൊരു അക്ഷരമെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ അതൊരു ഇമോഷണൽ ലോക്കിംഗ് ആണ് കേട്ടോ. ഹക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾ മസലേറ്റ് വരണ്ട, ഒരു ഇമോഷണൽ ലോക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിലെന്തെങ്കിലും കുറിച്ച് വെക്കണം. വെറുതെ ഒരു പ്രസംഗം നടത്തുക എന്നുള്ളതല്ല. സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് ആധികാരികമായ ഒരു പഠന പ്രസംഗം ബാക്കവി ഉസ്താദ് നടത്തും. ബിദഈകളുടെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് വളരെ പ്രൗഢമായ പ്രസംഗം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തും. ത്വരീഖത്തിനെ കുറിച്ച് അഭിവന്ദരായ MT അബ്ദുള്ള ഉസ്താദ് പ്രസംഗം നടത്തും. യുക്തിവാദവുമായി ബന്ധപ്പെട്ട് ഷുഹൈബുൽ ഹൈതമി, ഈ 4 പ്രസംഗങ്ങളും പ്രൗഢമാണ്. സാധാരണ നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ലൈവ് ഉണ്ടെങ്കിലും ഞാൻ പറയാണ്, ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പതുക്കെ കഴിച്ചല്ലോ, അങ്ങനെ ചെയ്യരുത്. അവസാന സലാത്ത് ചൊല്ലി പിരിയുന്നത് വരെ നമ്മളിവിടെ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഭിവന്ദരായ